ദിവസം 5000 രൂപ മുതൽ 50,000 രൂപ വരെ ഉണ്ടാക്കുന്ന സാധാരണ നമ്മുടെ നാട്ടിലെ തട്ടുകട മുതൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകൾ പലപ്പോഴും സക്സസ്ഫുൾ ആവാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പൈസ ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ എന്തുകൊണ്ട് സർവൈവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇൻകം ഈസ് നോട്ട് ഈക്വൽ ടു ഗ്രോത്ത്. പൈസ ഉണ്ടാവുന്നു, വരുമാനം വരുന്നു എന്ന് പറയുന്നത് അല്ല ഒരു ബിസിനസിന്റെ ഗ്രോത്തിന്റെ പ്രൈമറി കൺസ്ട്രെയിൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് വരുമാനം വരണം, അത് നമുക്ക് ബിസിനസ്സിൽ ആവശ്യമാണ്. പക്ഷെ അത് മാത്രമല്ല ഒരു ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ ഹിയർ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് അവരുടെ സീറോ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് സിസ്റ്റമാണ്. അവർക്ക് ഫൈനാൻസസ് എങ്ങനെയാണ് അവർക്ക് ട്രാക്ക് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടൊരു കൃത്യമായ ധാരണ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഡെയിലി എക്സ്പെൻസുകൾ അവർ ട്രാക്ക് ചെയ്യാറില്ല. അവരുടെ പെർച്ചേസസിന്റെയും ഇൻവെന്ററിനെ കുറിച്ചിട്ട് അവർക്കൊരു ട്രാക്കിംഗ് ഉണ്ടാവാറില്ല. അവർക്ക് പ്രോഫിറ്റും എക്സ്പെൻസസും തമ്മിലുള്ളൊരു, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിന്റെ മാർജിനെ കുറിച്ച് അവർക്കൊരു ട്രാക്കിംഗ് ഉണ്ടാവില്ല. സോ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് ഇല്ല എന്ന് പറയുന്നത് ഇത്തരം ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന വലിയൊരു ശതമാനം ആൾക്കാരും ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ്. അതാണ് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ഇത്രയും പൈസ വരുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാർജിൻ കണ്ടില്ല എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഒരു കാര്യം. കാരണം അന്നന്ന് വരുന്ന പൈസ, ഇപ്പൊ പെട്ടിയിലെ പൈസ എടുക്കുന്നു, നമ്മളത് കൊടുക്കുന്നു. ഇതാണ് ആ ഒരു മെക്കാനിസത്തിലാണ് സാധാരണഗതിയിൽ ഇവർ റൺ ചെയ്യാം. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഇല്ല. പലപ്പോഴും പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് ഇവർ മിക്കവാറും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കോമ്പറ്റീറ്ററുടെ പ്രൈസ്, അതായത് എന്റെ കടയിൽ ചായക്ക് 10 രൂപ ഞാൻ ഡിസൈഡ് ചെയ്യാൻ കാരണം അപ്പുറത്തെ കടയിൽ ചായക്ക് 10 രൂപ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ചായക്കടക്കാരന്റെ ഒരു മോഡൽ കണ്ടിട്ടായിരിക്കും നമ്മുടെ ചായക്കടയിൽ 10 രൂപ ചായ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ചായക്ക് എന്തുകൊണ്ട് 10 രൂപ വരുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മളൊരു പഠനം നടത്താറില്ല. സോ പ്രൈസിങ് വിത്തൗട്ട് എ സ്ട്രാറ്റജി സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗസ് വർക്ക്സ് ആയിരിക്കും ചിലപ്പോൾ. അവർ ക്യാരറ്റിന്റെ ജ്യൂസിന് അവര് 40 മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാട്ടർമെലണിന് വേണമെന്നുണ്ടെങ്കിൽ 30 മേടിക്കാം എന്ന് പറയുന്ന ഒരു ഗസ്സിംഗ് സ്ട്രാറ്റജിയിലായിരിക്കും പലപ്പോഴും പ്രൈസിങ് വേണം. അപ്പൊ പ്രൈസ് ചെയ്യുന്നതിനകത്തും ഒരു സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളതിന് BOQ എന്നൊക്കെ പറയാം, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഒരു കോസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് നമ്മളൊരു ചായപ്പീടിയയിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മളുടെ ചായപ്പൊടി മേടിച്ചിട്ട് വരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പാല് മേടിച്ചിട്ട് വരുന്നു. അപ്പൊ ചായപ്പീടിയയിൽ പോകാനും ചായപ്പൊടി മേടിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷന്റെ പൈസ, പാല് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കോസ്റ്റ്, ചായപ്പൊടിയുടെ പൈസ, പാലിന്റെ പൈസ, അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാരയുടെ പൈസ, ഗ്യാസിന്റെ പൈസ, നമ്മൾ കൊടുക്കുന്നത് ടംബ്ലറിലാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വാഷ് ചെയ്തിട്ട് 2 തവണ ചിലപ്പോൾ വാഷ് ചെയ്യേണ്ടി വരും. ആ വാഷ് ചെയ്യുന്നതിന്റെ പൈസ, ഇത് എല്ലാം കൂടി ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പോസിബിൾ കപ്പാണെങ്കിൽ അതിന്റെ പൈസ, അതാണെങ്കിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ പൈസ, ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന BOQ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യാതെ നിങ്ങളൊരു പ്രൈസിംഗിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രൈസിംഗ് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൈസിങ്, സാധാരണഗതിയിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം. നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ഉണ്ടാവാറില്ല. ബ്രാൻഡിങ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗുരുവായൂരാണ്. അപ്പൊ എനിക്ക് ഗുരുവായൂർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ അടുത്തിടെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐസ്ക്രീം കടയാണ് ഷീബ ഐസ്ക്രീം എന്ന് പറയുന്ന ഒരിത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പണ്ട് ഐസ്ക്രീം, ക്വാളിറ്റിയുടെ ഐസ്ക്രീം മാത്രമുള്ളൊരു സമയത്ത് നമ്മൾ ഈ ഷീബ ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സേമിയയുടെ ഒക്കെ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീമിന്റെ ഇത് ഒരു ചേട്ടൻ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരുമായിരുന്നു. ആ ഐസ്ക്രീമിന്റെ പെട്ടിയുടെ പുറത്ത്, സൈക്കിളിൽ കൊണ്ടുവരുന്ന ചേട്ടനായിരുന്നു. ഐസ്ക്രീമിന്റെ പെട്ടിയുടെ പുറത്ത് ചേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഷീബ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. ഇന്നും ഗുരുവായൂർ ഷീബ ഐസ്ക്രീം കിട്ടാനുണ്ട്. അതായത് ഇത്രയും അധികം എന്താ പറയാ ആൾക്കാർ വന്ന് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഷീബ ഐസ്ക്രീം ഇന്നും ഗുരുവായൂർ കിട്ടാനുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡ് ഉണ്ടായി, ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഓരോ ചിലപ്പോ ആ സ്റ്റോറി
ആ നാട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ ജില്ലയിലുള്ളവർക്ക് ആ സ്റ്റോറി അറിയാം, ചിലപ്പോൾ ആ സ്റ്റേറ്റിലുള്ളവർക്ക് അതിന്റെ സ്റ്റോറി അറിയുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ സ്റ്റോറി അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ സ്റ്റോറി എന്താണെന്നുള്ളത് നമ്മൾ അറിയിക്കണം. നാട്ടുകാരെ അറിയിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രാൻഡിങ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലേ നമുക്കൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം ഈ ചെറിയ ബിസിനസ് ഓണേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കെയിലിംഗ് മൈൻഡ് സെറ്റ് ഇല്ല. സ്കെയിലിംഗ് മൈൻഡ് സെറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്നോ, ഇത് എങ്ങനെ ആൾക്കാരെ ഹയർ ചെയ്യണമെന്നോ, ഇതിന്റെ അടുത്ത ലെവലിലോട്ട് എങ്ങനെ പോകണമെന്നോ ഉള്ളതിനെ കുറിച്ചിട്ടൊന്നും ഇവർ പലപ്പോഴും ചിന്തിക്കാറില്ല. സോ ഇഫ് യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ഗ്രോത്ത്, അതായത് നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റക്ക് ആവുകയും പിന്നീട് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു സാച്ചുറേഷനിൽ എത്തിയതിനു ശേഷം ആ ബിസിനസ് ഗ്രോ ചെയ്യാതിരിക്കുകയും ചെയ്യണം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഇത് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇറക്കുന്നത് ഒരു ഐസ്ക്രീം ആണെന്ന് തന്നെ വിചാരിക്കാം. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞാൽ ഒരു ചായ ആണെന്ന് വിചാരിക്കാം. ഈ ചായ കുടിക്കാൻ വേണ്ടി ആദ്യം വരുന്ന ഒരു 100 പേര് അല്ലെങ്കിൽ 200 പേര് എന്ന് പറയുന്ന ആൾക്കാരെ ഒരു തവണ വൺ ടൈം ഇത് കുടിച്ചതിന് ശേഷം ഈ 200 പേരിൽ നിന്നൊരു കൊഴിച്ചുണ്ടാവും, കുറച്ച് ആൾക്കാർ മാറിപ്പോകും. പിന്നെ വരാൻ പോകുന്ന ഒരു 100-നടുത്തോ അല്ലെങ്കിൽ 50-നടുത്തോ ആൾക്കാരായിരിക്കും നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആയിട്ട് വരുന്നുണ്ടാവും. കാരണം ബാക്കി വരുന്ന 100-150 വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 പേര് വരുന്ന നിങ്ങളുടെ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ 100-150 പേര് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം വേറെ സ്ഥലങ്ങളിൽ പോകുന്നവരാണ്. അപ്പൊ ബാക്കി വരുന്ന 70 പേരെ എങ്ങനെ നമുക്ക് റീറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഈ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം, അവിടെ ഇത് കൊണ്ടുപോകണം, പുതിയ പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിനൊരു ബ്രാഞ്ച് തുടങ്ങണം, അങ്ങനെ പല കാര്യത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട്. സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടെയാണ് ദിസ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓൾ ദ പ്രോബ്ലംസ്. എല്ലാ പ്രശ്നങ്ങളുടെയും എന്താ പറയുക ബാക്ക് ബോൺ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സ്ട്രീറ്റ് വെൻഡേഴ്സിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു സിസ്റ്റം ഉണ്ടാവാറില്ല. സിസ്റ്റം ഉണ്ടാവാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പം, അതായത് ഇന്ന് ഞാൻ പണിയെടുത്താൽ എൻ്റെ ഓഫീസ് ഇന്ന് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ കട വർക്ക് ചെയ്യും. ഇന്ന് എനിക്ക് വയ്യാണ്ടായാൽ ഇന്ന് എൻ്റെ കട വർക്ക് ചെയ്യില്ല. അപ്പൊ എൻ്റെ കടയുടെ പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഞാൻ ഇന്ന് എത്ര ദിവസം പണിയെടുത്തു എന്നുള്ളതാണ്. എൻ്റെ ആബ്സെൻസിൽ എങ്ങനെ ആ കട റൺ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പല പ്രോസസ്സിന്റെയും ഒരു റീസൺ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കടയിൽ രാവിലെ പോയി നമ്മളൊരു സാധനം മേടിച്ച് നമ്മൾ വന്ന് നമ്മൾ ആ സാധനത്തിന്റെ റോ മെറ്റീരിയലൊക്കെ കൊണ്ട് സാധനം ഉണ്ടാക്കി അത് നമ്മൾ കച്ചവടം ചെയ്തതിന് ശേഷം രാത്രിയാകുമ്പോൾ പിറ്റത്തെ ദിവസം മേടിക്കുന്നതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ആൾക്കാരെയും പല രീതിയിലും നമ്മൾ ഡിപ്ലോയ് ചെയ്ത് നമ്മൾ പോയില്ല എങ്കിൽ നമ്മുടെ ബിസിനസ് വീണ്ടും അവിടെ സ്റ്റക്ക് ആവും. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് നല്ലതാണ്. ബട്ട് ലേറ്റർ ഓൺ ഏത് ബിസിനസ്സിലാണെങ്കിലും ഒരു സിസ്റ്റം ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ സമയത്തും ഏത് ബിസിനസിന്റെ കൺസൾട്ടേഷനിലേക്ക് പോകുമ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ബിസിനസ് ഇസ് റണ്ണിങ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു. ഒരു പുതിയ മാനേജർ വരുന്നു, എല്ലാം പ്രോപ്പർ ആവുന്നു. അടുത്ത മാനേജർ വരുന്നു, ഒരു ഡിപ്പ് ഉണ്ടാവുന്നു, പിന്നെ അയാളെ കയറ്റിക്കൊണ്ട് പോകുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാനേജറിന്റെ ഒരു എഫിഷ്യൻസി കൊണ്ട് പലപ്പോഴും നടക്കുന്നതാണ്. എല്ലാ ബിസിനസ്സിലും, ഇത് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ മാത്രമല്ല പല ബിസിനസ്സിലും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കുകയും ആ സിസ്റ്റം ഫോളോ ചെയ്യാൻ പഠിക്കുകയും ആ സിസ്റ്റം ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സക്സസ് ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങളുടെ ഒരു പഴയൊരു മാനേജർ ഉണ്ടായിരുന്നു, എൻ്റെ അദ്ദേഹത്തിന്റെ പേര് BS കാമത്ത് എന്നാണ്. എൻ്റെ വളരെ ഒരു 6-7 വർഷം എൻ്റെ മാനേജറാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമ്മൾ പോകുമ്പോൾ സാർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് നീ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ആണോ, നിന്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണോ, അതോ ഇത് സിസ്റ്റത്തിനെ ബൈപ്പാസ് ചെയ്തപ്പോൾ നിനക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിക്കും. അപ്പൊ സിസ്റ്റത്തിനെ ബൈപ്പാസ് ചെയ്ത മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ സാറിന്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. മറിച്ച് ചിലപ്പോൾ ഞാൻ ആ സാധനം സിസ്റ്റത്തിന് ബൈപ്പാസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ മാനുവലി ചിലപ്പോൾ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ആണെങ്കിൽ സാർ ആ സാധനം മിക്കവാറും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ സാർ അധികം ചീത്തൊന്നും പറയാതെ വിടാറുണ്ട്. ഒരു ഹ്യൂമൻ എറർ എന്നുള്ള ലെവലിൽ സാർ അതിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിംഗ് എ സിസ്റ്റം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോളോയിങ് എ സിസ്റ്റം ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകൾ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോഴും റീഇൻവെസ്റ്റ് ചെയ്യണം.
അതേപോലെ തന്നെ ഒരു സേവിങ്സ് വേണം, റീഇൻവെസ്റ്റ്മെന്റ് വേണം, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു എമർജൻസി ഫണ്ട് വേണം. നമുക്ക് എപ്പോഴും ബിസിനസ്സിലെ എമർജൻസി ഫണ്ടിന് വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കേണ്ട ആവശ്യം നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഗ്രോസ് വെൻ മണി ഈസ് ഇൻവെസ്റ്റഡ് ഓർ റീഇൻവെസ്റ്റഡ്. നമ്മൾ ഇൻകം ഉണ്ടാവുന്നത് പൈസ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും ഒക്കെയാണ് ഈ വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ വേണം. സോ ടെക്നിക്കലി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ട്രാക്ക് എവറി സിംഗിൾ റുപ്പി. എല്ലാ പൈസയിലും എവറി സിംഗിൾ റുപ്പി യു ഹാവ് ടു ട്രാക്ക്. ദെൻ പ്രൈസ് വിത്ത് എ സ്ട്രാറ്റജി. നമുക്കൊരു പ്രൈസും സ്ട്രാറ്റജിയും നമുക്ക് എപ്പോഴും ഒരു പ്രൈസിങ്ങിന് എപ്പോഴും ഒരു സ്ട്രാറ്റജി വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ബിൽഡ് എ ബ്രാൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കണം, പിന്നെ ക്രിയേറ്റ് സിസ്റ്റംസ്. അങ്ങനെ ഈ 5 റൂളുകൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് മാത്രമല്ല, മറിച്ച് ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊരു സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ഒരു ചായക്കട അല്ലെങ്കിൽ തട്ടുകടയൊക്കെ നടത്തുന്ന ആൾക്കാരുടെ ഒരു അനാലിസിസ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തോന്നുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്താം.